ഹലോ എവ്രി വൺ. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് വഴനയിലയാണ്, നമ്മുടെ എടനിയില എന്നും പറയും. ഇത് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈർക്കിലിയും എല്ലാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. മോൾക്ക് ഇത് നല്ല ഇഷ്ടമാണ്, അപ്പോൾ അതാണ് ഇത് ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്നത്. ഇത് ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്, കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു സന്തോഷമാണ്. അവർ പഠിക്കുന്നവരെ നമ്മുടെ കൂടെയാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ അവരായി, അവരുടെ ഫാമിലി ലൈഫായി, ഇല്ലെങ്കിൽ ജോലി സ്ഥലത്തായി, അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പോൾ 12th വരെ നമ്മുടെ കൂടെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ അത് ജനറലായിട്ട്. പക്ഷേ അവർ ലീവിന് വരുമ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വരുമ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ മക്കൾ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ്. കുമ്പിളപ്പം ഒരാൾക്ക് വലിയ ഇഷ്ടമാണ്, അപ്പോൾ അതാണ് അതുണ്ടാക്കുന്നത്. പിന്നെ 2 പേർക്കും ചിക്കൻ എൻ്റെ ഈ കാസ്റ്റ് അയണിൽ ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ 2 പേരും ഒരേ ദിവസമാണ് വരുന്നത്, 2 മക്കളും. അപ്പോൾ അതുകൊണ്ട് അതൊരു സന്തോഷം. അപ്പോൾ അവർക്ക് വേണ്ടി ഇതപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പികളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ അമ്മമാർ കുട്ടികൾ വരുമ്പോൾ ഓരോന്നും സ്പെഷ്യൽ അവർക്ക് ഉണ്ടാക്കുന്നത് എന്ത് സന്തോഷത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ കറി നമ്മുടെ നോർമൽ മസാലയ്ക്കിട്ട് അത് അതിൻ്റെ പാട്ടിനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ്. നമ്മൾ കുട്ടികളായിരുന്നു, നമ്മുടെ കല്യാണം കഴിഞ്ഞു, നമ്മൾ ഭർത്താവിൻ്റെ കൂടെ പോയി ജീവിച്ചു തുടങ്ങി, നമുക്ക് മക്കളായി. ഇപ്പം നമ്മുടെ കുട്ടികളിതാ അവരുടെയും പഠിത്തം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരാൾ ജോലിയിലും ഒരു സ്ഥലത്ത്, ഒരാൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ഥലത്ത്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് ലൈഫ്. നമ്മൾ ഈച്ച് മൊമെൻറ്റും എൻജോയ് ചെയ്യുക. ഇപ്പോൾ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു, എൻ്റെ കുട്ടികൾക്ക് എന്താ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ് നല്ലത്. തിരിച്ച് ഈ ദിവസങ്ങളും ഈ സമയമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതിനെന്താ അവിടെ ചിക്കൻ കറി റെഡിയായി. പിന്നെ ഇപ്പോൾ ഞാൻ ഹോട്ട് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. എഗ്ലെസ് ആണ്. ഒരാൾക്ക് എഗ് അലർജിയാണ് എൻ്റെ മോൾക്ക്. അപ്പോൾ എന്തായാലും എഗ്ഗില്ലാത്തത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് എഗ്ലെസ് റെസിപ്പി എനിക്ക് എൻ്റെ ടീച്ചർ ഫ്രണ്ട്സും ഇങ്ങനെ പറഞ്ഞു തരും. ഞാനും ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ എഗ്ലെസ് ആണ് ഉണ്ടാക്കുക. എന്നുവെച്ചാൽ മോൾക്ക് തീരെ എഗ്ഗ് പറ്റില്ല, അലർജിക് ആയത് കാരണം. അപ്പോൾ എഗ്ലെസ് കേക്ക് 2 പേർക്കും കേക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നാൽ ശരി കേക്കും ഉണ്ടാക്കാം. കുട്ടികൾക്കും ഒരു സന്തോഷം, എനിക്കും സന്തോഷം. എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ചെറുപ്പത്തിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അടുത്ത് വരുമ്പോൾ വീണ്ടും നമുക്ക് എന്താ പറയുക, ആ മെമ്മറീസൊക്കെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ എഗ്ലെസ് കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ. മക്കൾ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് നമുക്കറിയാം, അതനുസരിച്ചല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവരെന്തെങ്കിലും കുസൃതികൾ കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഞാനാണെങ്കിലും സ്കൂളിലും വർക്ക് ചെയ്യണം, വീട്ടിലും പണി ഉണ്ടാകും. അപ്പോൾ ഈ ക്ലീനിങ് ചെയ്യുമ്പോൾ ഇടയിലൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ചീത്ത പറയുകയൊക്കെ ചെയ്യും. ഇപ്പോൾ അത് ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളും പറയും സാറ്റർഡേ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഞങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുക അതൊന്നും വേണ്ടിയിരുന്നില്ല, ചീത്ത പറയേണ്ടിയിരുന്നില്ല. ഇപ്പോൾ ദാ കേക്കും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എഗ്ലെസ് ഹോട്ട് മിൽക്ക് കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാം. പഴമുണ്ട്, ഏത്തപ്പഴം. അപ്പോൾ പഴംപൊരി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പണിയും സ്റ്റാർട്ട് ചെയ്തു, അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് എല്ലാവർക്കും ഇത് കഴിക്കാനൊന്നും പോണില്ല. കേക്ക് ഇരിക്കുമല്ലോ, 2-3 ദിവസമാണെങ്കിലും കേക്ക് ഇരുന്നോളും, കുഴപ്പമില്ല. പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷവും, അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത്. എല്ലാ യങ് മദേഴ്സിനോടും പറയാനുള്ളത് ഈച്ച് മൊമെൻറ്റ് ഇസ് പ്രഷ്യസ്. എൻജോയ് യുവർ ടൈം വിത്ത് യുവർ കിഡ്സിനെ എനിക്ക് പറയാനുള്ളൂ.